രക്ഷപ്പെടാൻ നോക്കിയ സുമിത്രയെ അരുൺ കൈയോടെ പിടിച്ചു. എങ്ങോട്ടാണ്? നിങ്ങളൊക്കെ ചേർന്നാണ് എൻ്റെ കാശിയുടെ ജീവിതം ഇങ്ങനെ ആക്കിയത്. അജ്മൽ സുമിത്രയെയും അവശതയോടെ നിലത്ത് ചുരുണ്ടുകിടക്കുന്ന നയനയെയും പിടിച്ച് ഒരു ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടു. ഇതേ സമയം ആശുപത്രിയിൽ കാശി തൻ്റെ കയ്യിൽ പറ്റുപിടിച്ചിരിക്കുന്ന നന്ദനയുടെ ചോര നോക്കി. കാശിക്ക് അത് കണ്ടതും നയനയെ കൊല്ലാൻ തോന്നി. കാശിനാഥൻ, ഒരു നേഴ്സ് വിളിച്ചു. ആ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. കാശി ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി. ഡോക്ടറെ കണ്ട കാശി ഒന്ന് ഞെട്ടി. മഹിയേട്ടാ, മഹിയേട്ടൻ എന്താ ഇവിടെ? കാശി ചോദിച്ചു. എടാ, എനിക്ക് ഇവിടേക്കാണ് സ്ഥലം മാറ്റം കിട്ടിയത്. നിന്നോട് എനിക്ക് നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇവിടെ ജോയിൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതിയെന്ന്. അല്ല, നിന്റെ ഷർട്ടിലെന്താ ചോര? മഹി ചോദിച്ചു. അപ്പോൾ ഏട്ടനല്ലേ നന്ദുവിനെ പരിശോധിക്കുന്നത്? കാശി മഹിയോട് ചോദിച്ചു. നന്ദുമോൾക്ക് എന്താ പറ്റിയത്? അതൊക്കെ ഞാൻ പറയാം, ആദ്യം നന്ദുമോളെ ഒന്ന് പരിശോധിക്ക്. കാശി ടെൻഷനോടെ പറഞ്ഞു. മേ ഐ കമീൻ? ആ, ഡോക്ടർ ജിതിൻ. ഡോക്ടർ, ഇതാ നന്ദന എന്ന് പറഞ്ഞ കുട്ടിയുടെ റിപ്പോർട്ട്. മഹി ജിതിൻ്റെ കയ്യിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി. ഓക്കെ ജിതിൻ. ജിതിൻ പോയതും മഹി റിപ്പോർട്ട് പരിശോധിച്ചു. താങ്ക് ഗോഡ്. കാശി, നന്ദുമോൾക്ക് കുഴപ്പമൊന്നുമില്ല. മഹി പറഞ്ഞു കേട്ടതും കാശിക്ക് സമാധാനമായി. അല്ലടാ, മോൾക്ക് എന്താ സംഭവിച്ചത്? ആ പന്ന മോള് നയന കാരണമാണ് ഏട്ടാ ഇന്ന് എൻ്റെ പെണ്ണ് വേദന സഹിക്കുന്നത്. കാശിക്ക് നയനയുടെ പേര് പറഞ്ഞതും ദേഷ്യം ഇരച്ചു കയറി. അല്ല, ആരെ ഈ നയന? മഹി ചോദിച്ചു. ഏട്ടാ, ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്നോട് ഇഷ്ടമുണ്ടായിരുന്ന ആ പെണ്ണ് തന്നെയാണ് ഈ പെണ്ണ്. കാശി രാവിലെ നടന്നതെല്ലാം മഹിയോട് പറഞ്ഞു. അത് കേട്ടതും മഹിക്കു നയനയോട് ദേഷ്യം തോന്നി. നന്ദന പതിയെ കണ്ണു ചിമ്മി തുറന്നതും അവൾക്ക് തല മൊത്തം വേദനിക്കുന്നത് പോലെ തോന്നി. അത് മനസ്സിലായതും കാശി നന്ദനയുടെ അടുത്തിരുന്നു. കാശിയേട്ട, അവളെന്നെ. ഒന്നുമില്ലടാ, മോൾ ഇത്തിരി നേരം കിടന്നോ? വേണ്ട, കാശിയേട്ടൻ എൻ്റെ അടുത്തിരിക്ക്. കാശി പതിയെ നന്ദനയെ ബെഡിൽ കിടത്തി. മഹിയും കാശിയും പുറത്തേക്കിറങ്ങി. കാശി, അവളെ വെറുതെ വിടല്ലേ. ഒരാൾ കൂടെ കമ്പനിക്ക് കിട്ടിയാൽ പിന്നെ ആ തള്ളയ്ക്ക് സന്തോഷമാവുമല്ലോ. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു നഴ്സ് വന്നേ. ഡോക്ടർ, ആ കുട്ടി അവിടെ ബഹളം വെക്കുന്നു. നഴ്സ് പറഞ്ഞു കഴിഞ്ഞതും കാശിയും മഹിയും നന്ദനയുടെ അടുത്തേക്ക് പോയി. അവരെ കണ്ട് നന്ദന വാപ്പൊത്തി കരഞ്ഞു. ഏയ്, എന്താടാ? കാശി നന്ദുവിൻ്റെ അടുത്തിരുന്ന് അവളെ മാറോട് ചേർത്ത് പിടിച്ചു. ദേ, ആരാ നോക്ക്. കാശി പറഞ്ഞതും നന്ദന തലയുയർത്തി ആരാണെന്ന് നോക്കി. അവിടെ മഹിയെ കണ്ടതും നന്ദനയുടെ കണ്ണുകൾ വികസിച്ചു. മഹിയേട്ട, എന്താ ഇവിടെ? ഏട്ടന് ഇങ്ങോട്ട് മാറ്റം കിട്ടിയതാണ് മോളെ. നന്ദന മഹിയെ നോക്കി പുഞ്ചിരിച്ചു. ഏട്ടാ, നന്ദുവിനെ വീട്ടിലേക്ക്? ആ, കൊണ്ടുപോവാം. വേണ്ട, അവിടെ ആ നയന ഉണ്ടാവും കാശിയേട്ടാ. ദേ, മോൾ പേടിക്കണ്ട, അവൾക്കുള്ളത് കാശിയേട്ടൻ കൊടുത്തോളും. തലയിൽ കെട്ടുമായി നന്ദനെ കണ്ടതും എല്ലാവർക്കും സങ്കടമായി. മോളെ, എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മേ, അമ്മയുടെ മോള് സ്ട്രോങ് അല്ലേ. മോൾക്ക് അമ്മ ജ്യൂസ് എടുത്ത് തരാം. അയ്യോ അമ്മേ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ രക്തം പോയതാണ്, നല്ല ക്ഷീണം ഉണ്ടാവും. കാവ്യ അടുക്കളയിലേക്ക് പോയതും സാന്ദ്രയും മീരയും ഐശുവും നന്ദനയുടെ അടുത്തിരുന്നു. എനിക്കൊന്നുമില്ലടാ, 3 പേരും ആ കണ്ണൊക്കെ തുടച്ചേ. അല്ല, എന്നിട്ട് അവളെവിടെ? മീര ചോദിച്ചു. എന്തിനാണാവോ, അവൾക്കും അവളുടെ കൂടെ വന്ന സ്ത്രീക്കും കാശി സാറ് കൊടുത്തോളും. പിന്നെ നന്ദു, നിനക്ക് തൻ്റെ ഇടം ഇനി അത്യാവശ്യമാണ്. പഴയതുപോലെ തന്നെയാണെങ്കിൽ എല്ലാവരും ചേർന്ന് നിന്നെ തളർത്തും. ഇതേ സമയം കാശിയുടെ താവളത്തിൽ. എന്നെ വിടാനാ കാശി ഞാൻ പറഞ്ഞേ? നിനക്കൊന്നും എന്നെ അറിയില്ല. നയന പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് അവളെ നോക്കി പുച്ഛിച്ചു. അറിഞ്ഞത് മതി, ഇനിയും അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അജ്മൽ പറഞ്ഞു. ഓക്കെ, ശരി. ആരാ ഏട്ടാ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഇവൾക്ക് വേണ്ടപ്പെട്ട ആള് വരുന്നുണ്ട്, മഹി പറഞ്ഞു. കണ്ടോ, എന്നെ രക്ഷിക്കാനായിരിക്കും വരുന്നത്, നയന പുച്ഛത്തോടെ പറഞ്ഞു. നിന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും പറ്റില്ല, ദൈവത്തിന് പോലും. അന്നേ നിന്നോട് പറഞ്ഞതാണ്. നീ അപ്പോൾ അത് കേൾക്കാതെ ഐശുവിനെ അപകടപ്പെടുത്തി. ഇനി നിനക്ക് രക്ഷയില്ല മോളെ. നീ ഈ കാശിനാഥൻ്റെ താവളത്തിലാണ് വന്നു പെട്ടിരിക്കുന്നത്. ഇനി നിനക്ക് ഇവിടുന്ന് ഒരു മോചനം ഉണ്ടാവില്ല, കാശി പറഞ്ഞു. കുറെ കഴിഞ്ഞതും അവിടേക്കൊരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരനെ കണ്ട് നയനെ ഒന്ന് ഞെട്ടി. ജിതിൻ? ആ, അപ്പോൾ പേര് ഓർമ്മയുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു +2 കഴിഞ്ഞതും നീ എന്നെ മറന്നു കാണുമെന്ന്. ഛേ, നീ ഇത്രയും തരം താഴ്ന്നവളായിരുന്നു. ജിതിൻ നയനയെ വെറുപ്പോടെ നോക്കി. ജിതിൻ, ഞാൻ? വേണ്ട, അന്നേ എൻ്റെ അനിയത്തി നിന്നെ പ്രണയിക്കേണ്ട എന്ന് പറഞ്ഞതാണ്. അന്ന് ഞാനത് കേട്ടില്ല. നിനക്ക് വേണ്ടി എൻ്റെ സ്വപ്നങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങി തിരിച്ചതാണ്. നീ നാടുവിട്ടു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, എന്നെ കൂടാതെ നിനക്ക് പല ആണുങ്ങളുമായി. ബാക്കി ഞാൻ പറയുന്നില്ല. പിന്നെ കാശി സാറിൻ്റെ കൂടെയായി. നീ ആരാണെന്നാ നിന്റെ വിചാരം? നീ ഒരൊറ്റൊരുത്തി കാരണം എത്ര കുടുംബം ഇല്ലാതായത്? ജിതിൻ നയനയുടെ മുടിക്കുത്ത് പിടിച്ച്
ദേ, അന്ന് നീ പോയ ശേഷം ഒരു ഭ്രാന്തനെ പോലെ 2 മാസം ഒരു മുറിയിൽ കഴിഞ്ഞവനാണ്, അതും നിനക്ക് വേണ്ടി. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ അറപ്പ് തോന്നുക. ജിതിൻ അതും പറഞ്ഞ് നയനയുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഇത് നിനക്കിപ്പോൾ തന്നില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. കാശി നയനയുടെ മുഖത്തേക്ക് കാശിയുടെ മുഖം അടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കിതൊരു തമാശയായി തോന്നാം, എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. നീ വേദനിപ്പിച്ചത് എന്നെയാ, എൻ്റെ ഹൃദയത്തിനെയാണ് നീ കുത്തി നോവിച്ചത്. അതിന് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ അത് നിനക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അലക്സ് നയനയെ നോക്കി. നിങ്ങൾ വിചാരിച്ചു കാണും അലക്സ് ഒരു ആണാണെന്ന്, പക്ഷെ തെറ്റി. കാശിയുടെ നായയുടെ പേരാണ് അലക്സ്. അലക്സിനെ കണ്ടതും നയന പേടിയോടെ ഉമിനീരിറക്കി. നോ കാശി, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങൾക്കൊരു ശല്യമായി വരില്ല. പ്ലീസ് കാശി, എന്നെ കെട്ടഴിക്ക്. നോ, ഇല്ല. നീ എൻ്റെ അനിയത്തെ കൊല്ലാൻ നോക്കി, എൻ്റെ നന്ദുവിനെ ഉപദ്രവിച്ചു. അതിനുള്ള ചിന്ന ഡോസാണിത്. മഹിയേട്ട, അലക്സിനെ കെട്ടഴിക്ക്. ജിതിൻ, അരുൺ, എല്ലാവരും വരൂ. അലക്സ് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ടാവും. അവര് വെറുതെ എന്തിനാ ശല്യം ചെയ്യുന്നത്? അവരവിടെ നിന്ന് പോയതും നയനയുടെ കരച്ചിൽ ചീലുകൾ അവിടെ ആകെ പ്രതിധ്വനിച്ചു. ഇതേ സമയം നന്ദനയ്ക്ക് പരിക്ക് പറ്റിയെന്നറിഞ്ഞ് കൈലാസത്തിൽ നിന്നും പ്രിയയും വൈദേഹിയും സ്നേഹയും നിർമ്മലയും പ്രശാന്തും നന്ദനത്തിലെത്തി. എൻ്റെ മോൾക്ക് ഒരുപാട് വേദനിച്ചോ? എവിടെ അവളെ ഇന്ന് ഞാൻ. വൈദേഹി ദേഷ്യത്തോടെ അകത്തേക്ക് പോവാൻ നിന്നതും നന്ദന വൈദേഹിയുടെ കയ്യിൽ പിടിച്ചു. എന്താ മോളെ? അമ്മ പോവണ്ട, അമ്മയുടെ മോന് കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മയും കൂടി പെരുമാറിയ അവർ ചത്തുപോകും, നന്ദന പറഞ്ഞു. അവളാ സുമിത്ര ചാവട്ടെ. അമ്മേ, ഇനി ഒന്നിനും പോവണ്ട. നന്ദന അതും പറഞ്ഞ് സ്നേഹയും പ്രിയയും നോക്കി. ഇരു കൈയും നീട്ടിപ്പിടിച്ചപ്പോൾ രണ്ടുപേരും നന്ദനയുടെ അടുത്തേക്ക് വന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു. നന്ദന ഐശുവിന് സ്നേഹയും പ്രിയയും പരിചയപ്പെടുത്തി. ചേച്ചി, ഞാൻ കാരണമല്ലേ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയായത്. അന്ന് ഞാൻ ചേച്ചിയെ എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റിയാൽ മതിയായിരുന്നു, കാവ്യ സങ്കടത്തോടെ വൈദേഹിയോട് പറഞ്ഞു. ഏയ് കാവ്യ, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളികൾ. പഴയതൊക്കെ മറന്ന് ഇനി പുതിയൊരു ജീവിതം തുടങ്ങാം, വൈദേഹി പറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാശിയും മഹിയും വന്നത്. അമ്മ എപ്പോൾ എത്തി? എല്ലാവരും ഉണ്ടല്ലോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ടും വരാം. കാശി പോകുമ്പോൾ നന്ദനയെ നോക്കി സൈറ്റടിക്കാനും മറന്നില്ല. അത് കണ്ടതും മഹി കാശിയെ നോക്കി ഒന്ന് ചുമച്ചു. ചേച്ചി, മക്കളുടെ 2 പേരുടെയും വിവാഹം? കാവ്യ വൈദേഹിയോട് ചോദിച്ചു. അതെ, പെട്ടെന്ന് നടത്തുന്നതാണ് ചെറിയമ്മേ നല്ലത്, മഹി കാശിയെ നോക്കി പറഞ്ഞു. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത്? കാവ്യ ചോദിച്ചു. അല്ല, അവൻ്റെ കെട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക്. മഹി പറഞ്ഞു നിർത്തിയതും കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഒന്ന് ഞെട്ടി. പ്രിയക്കാണെങ്കിൽ കഴിച്ചതൊന്നും ഇറങ്ങുന്നില്ല. കൊച്ചിന് മഹിയോട് ചെറുതായി ഒരു ചാഞ്ചാട്ടം ഉണ്ടോ എന്നൊരു തോന്നൽ. വാട്ട്? നിനക്ക് ലവ്? ആരോട്? എല്ലാവരും കൂടി മഹിയെ നോക്കി.